നമ്മൾ ഇന്ന് +1 കെമിസ്ട്രിയിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ എൻട്രൻസ് ഡിസ്കഷനാണ് നടത്തുന്നത്. നിങ്ങൾ വളരെ കൃത്യമായി സ്ക്രീനിൽ കാണിക്കുന്ന ചോദ്യവും ഉത്തരങ്ങളും വായിച്ചെടുക്കുകയും ആയതിനു ശേഷം വളരെ കൃത്യമായി ചോദ്യം മനസ്സിലാക്കിയ ശേഷം വിശദീകരണത്തിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ദ ഡെൻസിറ്റി ഓഫ് നിയോൺ വിൽ ബി ഹയസ്റ്റ് അറ്റ്. ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കൂ. ദ ഡെൻസിറ്റി ഓഫ് നിയോൺ വിൽ ബി ഹയസ്റ്റ് അറ്റ്. നമുക്കറിയാം നിയോൺ ഒരു ഇനേർട്ട് ഗ്യാസാണ്, ഒരു അലസ വാതകമാണ്. എ ഗ്യാസ്. ഒരു ഗ്യാസിന് ഡെൻസിറ്റി ഏറ്റവും കൂടുതലുണ്ടാകുന്നത്, ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് എപ്പോഴാണ്? നമുക്കറിയാം അത് ടെമ്പറേച്ചർ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലായിരിക്കണം. ഒരു ഗ്യാസിൻ്റെ ഡെൻസിറ്റി മാക്സിമം കിട്ടുന്നത് അറ്റ് ലോവസ്റ്റ് ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. പ്രഷർ ഹൈ ആയിരിക്കണം. പ്രഷർ ഹൈ ആയിരിക്കുമ്പോൾ മോളിക്യൂളുകൾ വളരെ അടുത്ത് വരികയും അത് ഡെൻസിറ്റി കൂടുന്നതിന് കാരണമാവുകയും ചെയ്യും. തന്നിരിക്കുന്ന ഓപ്ഷനുകളിലേക്ക് ശ്രദ്ധിക്കൂ. ഒന്ന് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമുക്കറിയാം STPയിൽ അത് 273 ഡിഗ്രി സെൽഷ്യസും 0 കെൽവിൻ 273യും അതുപോലെ തന്നെ 1 ATM പ്രഷറുമാണ്. 273 ആൻഡ് 1 ATM പ്രഷർ, 273 കെൽവിൻ ആൻഡ് 1 ATM പ്രഷർ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 273 കെൽവിൻ ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. സോ ഫസ്റ്റ് വൺ 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 ATM പ്രഷർ. രണ്ടാമത് തന്നിരിക്കുന്നു 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 2 ATM പ്രഷർ. സെക്കൻഡ് ഓപ്ഷനിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 2 ATM പ്രഷർ. ഇവിടെ ടെമ്പറേച്ചർ റിമെയിൻസ് ദ സെയിം ബട്ട് പ്രഷർ ഈസ് ഹൈ. സോ ഡെൻസിറ്റി വിൽ ബി ഹയർ വെൻ കമ്പയർഡ് ടു ദിസ് വൺ. ആൻഡ് തേർഡ് ഓപ്ഷൻ 273 ആൻഡ് 1 ATM. ആൻഡ് ഫോർത്ത് വൺ 273 ആൻഡ് 2 ATM. 273 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 2 ATM. 273 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. സോ കനോട്ട് ബി കൺസിഡേർഡ്. സോ ദ ബെസ്റ്റ് ആൻസർ ഈസ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 2 ATM. ഹെൻസ് ദ ഓപ്ഷൻ ഈസ് B. So the correct answer is B. Now look at the second question. Second questionലേക്ക് വരുമ്പോൾ 3.2 gram of oxygen, 3.2 gram of oxygen. ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. 3.2 gram of oxygen. ബ്രാക്കറ്റിൽ അറ്റോമിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു 16 തന്നിരിക്കുന്നു. 3.2 grams of oxygen. ഓക്സിജന്റെ വെയിറ്റ് തന്നിരിക്കുന്നത് 3.2 gram. അറ്റോമിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു 16 തന്നിരിക്കുന്നു. ആൻഡ് 0.2 gram of hydrogen. 0.2 gram of hydrogen. ഓക്സിജൻ ആൻഡ് 0.2 gram of hydrogen. രണ്ട് ഗ്യാസുകളാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ആർ പ്ലേസ്ഡ് ഇൻ എ 1.12 liter ഫ്ലാസ്ക്. Volume of the flask is also provided 1.12 liter. Now at 0 degree temperature is provided 273 Kelvin, that is 0 degree Celsius. The total pressure of the gas mixture will be. What will be the total pressure? Question നന്നായി ശ്രദ്ധിക്കുക. രണ്ട് ഗ്യാസ് മിക്സ്ചറുകൾ, ഓക്സിജൻ 3.2 ഗ്രാമും ഹൈഡ്രജൻ 0.2 ഗ്രാമും ഒരു പാത്രത്തിൽ എടുത്തിരിക്കുന്നു. വോളിയം 1.12 ലിറ്റർ എന്നും ടെമ്പറേച്ചർ 273 കെൽവിൻ എന്നും തന്നിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കൂ, ദ ടോട്ടൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് മിക്സ്ചർ വിൽ ബി. ഗ്യാസ് മിക്സ്ചറിൻ്റെ ടോട്ടൽ പ്രഷർ എത്രയായിരിക്കും? 1 ATM, 4 ATM, 3 ATM, 2 ATM. According to ideal gas equation, we have PV is equal to nRT. Now you know, so pressure P is equal to nRT by V. We have temperature here
we have volume here, we have universal gas constant. As in the choice, the provided answers are at ATM, so the value of R is 0.0821. And what is N? Number of moles is the sum of the number of moles of oxygen and hydrogen. So number of moles N is equal to number of moles of oxygen plus number of moles of hydrogen. So is equal to number of moles of oxygen is equal to given mass 3.2 by that of O2 32 plus number of moles of hydrogen is equal to 0.2 by the mass of molecular mass of hydrogen 2. So is equal to 0.1 plus 0.1. So it is 0.2. So we have 0.2 into 0.0821 into temperature 273 by volume 1.12 liter. On working, you will get the answer. So is equal to 4 ATM. So the correct answer is 4 ATM. So here once again for the second question, option B is correct. Now look at third question. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് മൂന്നാം ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കൂ. സ്ക്രീനിൽ നന്നായി വായിക്കുക. ചോദ്യം നമ്പർ 3. Which of the following statement is correct in the gas equation PV is equal to nRT? PV is equal to nRT എന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇതിൽ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ, N is the number of molecule of a gas. No, N is the number of moles. So A statement is not correct. B, N moles of the gas have a volume of V. N moles of the gas have a volume of V. That is correct. So the statement B is correct. Now C, V denotes volume of 1 mole of the gas. No, it denotes the total volume of the gas. Now D option, P is the pressure of the gas when only 1 mole of the gas is present. No, P is the total pressure. The ideal behavior at a real gas most closely approaches ideal behavior at. ഒരു റിയൽ ഗ്യാസ് എപ്പോഴാണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ചാപ്റ്റർ നമുക്ക് തന്ന അറിവാണ്. എ റിയൽ ഗ്യാസ് ഒബേസ് ഐഡിയൽ ബിഹേവിയർ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. ഇൻ ദീസ് ഓപ്ഷൻസ്, ഫസ്റ്റ് വൺ എ 14 atm 200 Kelvin. High pressure is provided, may not be correct. B, 1 atm 273 Kelvin. C, 0.5 atm 500 Kelvin. D, 15 atm 500 Kelvin. Among the provided 4 answers, look at C, the least pressure and highest temperature. We know a real gas obeys ideal gas behavior at low pressure and high temperature. So here the option is C. Now for fourth question, the option is C. Now look at fifth question. അഞ്ചാം ചോദ്യത്തിലേക്ക്. A sample of given mass of a gas at constant temperature occupies 95 centimeter cube. Here volume is provided, so equal to 95 centimeter cube is given. Let me call it volume V. Under a pressure of, pressure is also provided, which can be indicated as P1, 9.692 into 10 raised to 4 Newton meter square. At the same temperature, its volume at a pressure of. Now volume V2 is the question and P2 the second pressure is provided, that is 10.13 into 10 raised to 4 Newton meter square. From the question, it is
clear that first volume, first pressure are provided, second volume is asked and second pressure is provided at constant temperature. We know when temperature remain constant, volume of a given mass of a gas is directly proportional to its pressure. Sorry, inversely proportional to its pressure. It is from Boyle's law. There we have an equation P1 V1 is equal to P2 V2. Now provide the values. P1 9.692 into 10 raised to 4. So 9.692 into 10 raised to 4 into V1 volume 95 is equal to P2 10.13 into 10 raised to 4 into V2. From this we can find out V2. So V2 is equal to 9.692 into 10 raised to 4 into 95 by 10.13 into 10 raised to 4. So here by calculation we get the answer is equal to 93 centimeter cube. So the answer is 93 centimeter cube, option B. So the correct option for our fifth question is B. Now look at the sixth question. At 20 degree Celsius, temperature is provided 20 degree Celsius and 730 millimeter of pressure. Pressure is provided, so temperature is provided there 20 degrees Celsius and pressure P1 is provided there 730 millimeter mercury pressure and 380 ml, that is volume V1 is provided 380 milli of dry gas was collected. If the temperature is constant, what volume the oxygen will occupy at 760 millimeter pressure? Again you are asked V2 to find out and P2 is provided 760 millimeter mercury. Now as the same question as the above, it is in accordance with Boyle's law. We have the equation P1 V1 is equal to P2 V2. Now what is V2? P1 V1 by P2. Now provide the values. P1 730 into V1 20 by P2 760. That is 730 into 20. 20 is in Celsius scale. Sorry. Here we have P1 into V1. So V1 is 380. Not 20, 380 by 760 millimeter mercury. Now the answer, when we work out this one, we get for the sixth one, answer is, you look at the option A 365, B 449, C 569 and D 621. Now the correct answer is 365 milli. The correct answer is 365. Now to seventh question. Read out carefully. At STP, standard temperature and pressure, the order of root mean square speed of molecules, hydrogen, and in the question nitrogen, oxygen and HBr is 4 ഗ്യാസസിനെയാണ് നമ്മുടെ ഈ ചോദ്യത്തിൽ നമുക്ക് തന്നത്. എന്നിട്ട് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡിന്റെ ഓർഡർ എന്ത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഈ ഓപ്ഷനിൽ ഹൈഡ്രജൻ, നൈട്രജൻ, O2, HBr ഡിക്രീസിംഗ് ഓർഡർ. Similarly, B option HBr O2 N2 H2, third one HBr H2 O2 N2 and D N2 O2 H2 HBr. At STP, the order of root mean square speed of molecules is of the order. We know root mean square speed RMS. Root mean square speed RMS is equal to root of 1 by m. You remember the equation RMS is equal to root 1 by m. That is, when molar mass decreases,
root mean square speed increases. Here we know the mass of hydrogen is 2, that of nitrogen is 14, that of oxygen is 32, and that of HBr is 1 plus 80, that is equal to 81. Now the order will be when molar mass decreases, RMS velocity, RMS speed increases. So the element with the lowest mass or the given substance with the lowest mass will have highest RMS speed. So the correct answer is hydrogen the highest, nitrogen then, oxygen then, and finally HBr. Now look at the options. Option A is correct. H2, N2, O2 and HBr. Now look at 8th question. Let's move to next question, our 8th question. എട്ടാമത്തെ ചോദ്യം വായിക്കൂ. Which does not change during compression of a gas at constant temperature? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമ്മളൊരു ഗ്യാസിനെ കംപ്രസ് ചെയ്യുമ്പോൾ ഈ പറയുന്നതിൽ ഏതിനാണ് മാറ്റം സംഭവിക്കാത്തത്? എ, ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ്. നമുക്കറിയാം കംപ്രസ് ചെയ്യുമ്പോൾ മോളിക്യൂളുകൾ അടുത്ത് വരും, ഡെൻസിറ്റി കൂടുക തന്നെ ചെയ്യും. ബി, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കംപ്രസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് കുറഞ്ഞു വരും. അതുകൊണ്ട് എ ഓപ്ഷൻ ശരിയല്ല, ബി ഓപ്ഷൻ കറക്റ്റ് അല്ല. സി, ആവറേജ് സ്പീഡ് ഓഫ് മോളിക്യൂൾ വിച്ച് ഡസ് നോട്ട് ചേഞ്ച് എന്നാ ചോദിച്ചത്. ആവറേജ് സ്പീഡ് ഓഫ് മോളിക്യൂൾ. നമുക്കറിയാം മോളിക്യൂൾസിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെയാണ്. ഈ ചോദ്യത്തിൽ ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ചോദ്യത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിക്കൂ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആവറേജ് സ്പീഡ് ഓഫ് മോളിക്യൂൾസിന് മാറാനാവില്ല. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ഇറ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. ഹെൻസ് വിച്ച് ഡസ് നോട്ട് ചേഞ്ച്. സോ ദ ആൻസർ ഈസ് സി, ആവറേജ് സ്പീഡ് ഓഫ് മോളിക്യൂൾ, ബിക്കോസ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. നൗ നമ്പർ ഓഫ് കൊളിഷൻസ് എന്ന ഡി ഓപ്ഷൻ കാണൂ. നമുക്കറിയാം പ്രഷർ കൂടുമ്പോൾ അടുത്ത് വരും, നമ്പർ ഓഫ് കൊളിഷൻസ് ഇൻക്രീസസ്. സോ ചേഞ്ച് ചെയ്യാത്തത് സി ഓപ്ഷൻ. നൗ 9th question, 9ാമത്തെ ചോദ്യം. The strength of van der Waals forces increases with. Van der Waals forces are mainly the force of attraction between the interacting particle. ഇതിൻ്റെ ശക്തി കൂടുന്നു. എ ഓപ്ഷൻ തന്നിരിക്കുന്നു, ഇൻക്രീസ് ഇൻ മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് കൂടുമ്പോൾ തീർച്ചയായിട്ടും കൂടും. ബി ഓപ്ഷൻ തന്നിരിക്കുന്നു, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ മോളിക്യൂൾ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുമ്പോൾ പൊതുവെ അറ്റോമിക് നമ്പർ കൂടും, പൊതുവെ മോളാർ മാസും കൂടും. അപ്പോൾ അത് കറക്റ്റാണ്. സി, ഇൻക്രീസ് ഇൻ മോളിക്കുലർ വെയിറ്റ്. മോളിക്കുലർ വെയിറ്റ് കൂടുമ്പോൾ അട്രാക്ഷൻ കൂടും. നൗ ഡി, ഓൾ, എല്ലാം. സോ എ കറക്റ്റാണ്, ബി കറക്റ്റാണ്, സി കറക്റ്റാണ്. സോ ഫോർ 9th question the answer is all. Now look at 10th question. If saturated vapors are compressed slowly, read out. If saturated vapors are compressed slowly, temperature remains constant to half the initial volume, the vapor pressure will. ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി, സാച്ചുറേറ്റഡ് വേപ്പേഴ്സ് ആർ കംപ്രസ്ഡ് സ്ലോലി, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നിർത്തിക്കൊണ്ട് നാം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വേപ്പറിനെ കംപ്രസ് ചെയ്താൽ ഹാഫ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം, ആദ്യമുണ്ടായിരുന്ന വോളിയത്തിൻ്റെ പകുതിയിലേക്ക് വേപ്പർ പ്രഷറിന് എന്ത് സംഭവിക്കും? ഓപ്ഷനിലേക്ക് നോക്കൂ. ബിക്കം 4 times, ബിക്കം ഡബിൾ, റിമെയിൻ അൺചേഞ്ച്ഡ്, ബിക്കം ഹാഫ്. നമുക്കറിയാം വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. So here temperature remains constant. Then what happens to vapor pressure? There will be no change. So the answer is C, remain unchanged. So the correct option is C, that is it remain unchanged. Now 11ാമത്തെ ചോദ്യം വായിക്കൂ. ബോർഡിൽ കാണുന്ന 11ാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. It is easier to liquefy oxygen than hydrogen because. നമ്മൾ തിയറി പഠിച്ച പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എന്താണ് ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഗ്യാസ് ലിക്വിഫൈസ്. ഒരു ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ കഴിയുന്ന ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലുള്ള ഒരാളെ, ഒരു ഗ്യാസിനെ എളുപ്പത്തിൽ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ കഴിയും.
അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഒരു പക്ഷേ കൂടുതലുള്ളത് ആയിരിക്കും പെട്ടെന്ന് ലിക്വിഫൈ ചെയ്യാൻ കഴിയുക. പറഞ്ഞിരിക്കുന്നു ഇറ്റ് ഈസ് ഈസിയർ ടു ലിക്വിഫൈ ഓക്സിജൻ ദാൻ ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് പറയാം ഓക്സിജൻ എന്ത് കൂടുതലായിരിക്കാം? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കാം. അതുകൊണ്ടാണ് അതിന് എളുപ്പത്തിൽ ലിക്വിഫൈ ചെയ്യാൻ കഴിയുന്നത്. ഓപ്ഷനുകളിലേക്ക് നോക്കൂ. ഓക്സിജൻ ഹാസ് എ ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ലോവർ ഇൻവേർഷൻ ടെമ്പറേച്ചർ ദാൻ ഹൈഡ്രജൻ. ഇൻവേർഷൻ ടെമ്പറേച്ചർ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇൻവേർഷൻ ടെമ്പറേച്ചർ കൂടി ഹയർ ആണെങ്കിലേ പറ്റൂ. ഇവിടെ ലോവർ പറഞ്ഞിരിക്കുന്നു. സോ എ ഓപ്ഷൻ ഈസ് നോട്ട് കറക്റ്റ്. ബി മോളാർ മാസ് ഓഫ് ഓക്സിജൻ ഈസ് 16 ടൈംസ് ഗ്രേറ്റർ ദാൻ H2. മോളാർ മാസിന് അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് പറയാനാവില്ല. സി ഓക്സിജൻ ഹാസ് എ ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ഹയർ ഇൻവേർഷൻ ടെമ്പറേച്ചർ ദാൻ ഹൈഡ്രജൻ. കറക്റ്റ് വൺ. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റാണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഹൈ ഉണ്ട്, ഇൻവേർഷൻ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനുള്ള ടെമ്പറേച്ചറും ഹൈ ഉണ്ട്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് സി. ഫോർ 11th question the correct option is C. Now 12th question, 12ാം ചോദ്യം. At constant temperature 200 centimeter cube of nitrogen at 720 millimeter and 400 centimeter cube of oxygen at 750 millimeter pressure are put together in 1 liter flask. The final pressure of the mixture is at constant temperature. Read out the question carefully. At constant temperature, volume is provided for nitrogen. Volume of nitrogen is equal to 200 centimeter cube. At pressure of nitrogen is also provided 720 millimeter mercury and 400 centimeter cube of, that is oxygen volume തന്നിരിക്കുന്നു 400 centimeter cube of oxygen at 750 mm pressure. ഓക്സിജന്റെ പ്രഷറും തന്നിട്ടുണ്ട് 750 millimeter pressure. Are put together in 1 liter flask. Total volume തന്നിട്ടുണ്ട് 1 liter is equal to 1000 milli. Now the final pressure of the mixture is. എന്താണ് ആ മിക്സ്ചറിന്റെ ഫൈനൽ പ്രഷർ? നമുക്കറിയാം പ്രഷർ അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT. According to ideal gas equation PV is equal to nRT, but it is applicable only for ideal gases. When we apply to find out pressure, we must get the temperature also, but in this question temperature is not provided. Now what will we do then? Now we have the volume which can be taken as V2. Now you are asked to find out the second pressure of nitrogen and second pressure of oxygen. For them the second volume is the same. Volume will be the same in a vessel. So according to Boyle's law we have P1 V1 is equal to P2 V2. Now the pressure of nitrogen in this vessel is equal to pressure of nitrogen, that is P2 is equal to P1 V1 by V2. Similarly for P2 for oxygen is equal to P1 V1 by V2. Applying the values for nitrogen, we have 720 into V1 is 200 by P1 V1 by V2 is equal to 1000. Now what about oxygen? P1 V1 by V2. Now we have pressure of oxygen 750 into that of volume is equal to 400 by V2 is 1000. Now on working you get is equal to 144. The pressure one is 144 millimeter. What about oxygen? It is 00 cut 00 cut 00 cut. 75 into 4 is equal to 300 millimeter mercury. Now we got two pressures. According to John Dalton's law of partial pressure, Dalton's law of partial pressure, P total is equal to P1 plus P2. So we have the two pressures.
that is 144 plus 300. So is equal to 444 millimeter. Now our answer is 444 millimeter. Look at the options. A 111 millimeter, B 222 millimeter, C 333 millimeter, D 444 millimeter. 444 millimeter. So the correct answer is option D, 444 millimeter. Next, 13th question. Reach there with the 13th question. Read out question carefully. If a gas is expanded at a constant temperature, ഒരു ഗ്യാസിനെ നമ്മൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിച്ചാൽ, ഓപ്ഷൻ തന്നിരിക്കുന്നു. എ, ദ പ്രഷർ ഡിക്രീസസ്. നോ ഡൗട്ട്, വോളിയം ഇൻക്രീസ് ആകുമ്പോൾ പ്രഷർ ഡിക്രീസ് ആകും. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് ബോയിൽസ് ലോ ഈസ് ആപ്ലിക്കബിൾ. എ ആൻസർ ഈസ് കറക്റ്റ്. What about B? Kinetic energy of the molecule decreases. No. Kinetic energy of the molecule decreases. Kinetic energy is directly proportional to temperature. So that is not correct. The number of molecules of the gas increases. No change in number of moles or number of molecules, because no gas is added or removed. Both A and B. So the correct answer is A for 13th question. Now look at the 14th question and analyze the graph carefully. Which among the following graph is correct with respect to Boyle's law? താഴെ പറയുന്നതിൽ ബോയിൽസ് ലോയ്ക്കുമായി ബന്ധപ്പെട്ട് ഏത് ഗ്രാഫാണ് കറക്റ്റ്? ചോദ്യത്തെ ശ്രദ്ധിച്ച് കാണുക. Among which graph is correct for Boyle's law? We know according to Boyle's law, it states that volume of a given mass of a gas is inversely proportional to pressure. It means when volume increases, pressure decreases, and vice versa. When pressure increases, volume decreases. So always the graph should be inversely proportional, which shows downwards. Among these, log P log V, log P log V relation is provided, but the relation will be the same, so it will be inversely proportional. So the correct option is A. The graph A is the correct one. Now look at the 15th question, our last question of this series. Which among the following is related to viscosity is correct? താഴെ പറയുന്നതിൽ വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ട് ഏതാണ് കറക്റ്റ്? ചോദ്യത്തിന്റെ ഓപ്ഷനുകൾ വായിക്കൂ. എ, ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി. ശരിയാണ്. എപ്പോഴാണ് ഈ ഹൈഡ്രജൻ ബോണ്ടിങ് കൂടുന്നത്? അപ്പോൾ വിസ്കോസിറ്റി കൂടുന്നുവോ? ചോദ്യത്തിൽ പറഞ്ഞ് വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു വിസ്കോസിറ്റി ഈസ് കറക്റ്റ്. വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ട് ഏതാണ് കറക്റ്റ്? ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി. സാധാരണ വിസ്കോസിറ്റികളുടെ കാര്യത്തിൽ നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല, വിടാം. ബി, വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി. വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി. വിസ്കോസിറ്റിയെ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള കഴിവാണ്. അതുകൊണ്ട് ബി ഈസ് നോട്ട് ഓൾസോ കറക്റ്റ്. സി, ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി. ദാറ്റ് ഈസ് കറക്റ്റ്. When temperature increases, viscosity decreases. So the option C is correct. And the addition of impurity, that is not correct. So the correct answer is C. Temperature is inversely proportional to viscosity. നിങ്ങൾ ഈ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നന്നായി വായിക്കുകയും അതിൻ്റെ ആൻസർ കീയിൽ നിന്ന് കൃത്യമായിട്ട് വിശദീകരണത്തോടുകൂടി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ താൽക്കാലം സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ എൻട്രൻസ് ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാണ്.